റഷ്യയുടെ Tu-160 വൈറ്റ് സ്വാൻ ബോംബേഴ്സ്. ഇത് ഇന്ത്യ വാങ്ങുന്നതിനെ കുറിച്ചുള്ള സാധ്യതകളെക്കുറിച്ച് സമീപകാലത്ത് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഇന്ത്യൻ സർക്കാരിന് ഒരു പ്രസ്താവനയും നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഈ തന്ത്രപരമായ ബോംബേഴ്സ് വാങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇത്തരം പ്രോജക്റ്റ് ആരംഭിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് എന്തുകൊണ്ട് ചർച്ച ചെയ്തുകൂടാ? ഇങ്ങനെയാണ് IDF-ൽ നിന്നും ഒരു റിക്വസ്റ്റ് പോയിരിക്കുന്നത്. ഇന്ത്യക്കുള്ള ഭീഷണികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ആണവ സിദ്ധാന്തത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ആദ്യം നോ ഫസ്റ്റ് യൂസ് പോളിസി. ഇത് ഇന്ത്യയുടെ പക്കൽ ഉണ്ടെങ്കിൽ പോലും ഇത്തരം ചില ബോംബറുകൾ നമ്മുടെ പക്കൽ ഉണ്ടെങ്കിൽ അത് ശത്രുവിനെ തകർക്കാൻ സഹായിക്കും, സൈക്കോളജിക്കലി തകർക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ചില വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ Tu-160 എന്നത് റഷ്യയുടെ ന്യൂക്ലിയർ ഡിറ്ററൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിമാനമാണ്. അവരുടെ സ്ട്രാറ്റജിക് കമാൻഡിന് കീഴിലുള്ള ഒരു വിമാനമാണ്. ഇത് വാങ്ങണമെന്ന് പറയുന്നത് പേരിനൊരു സാധാരണ കാര്യം പോലെ തോന്നാം. റഷ്യ ഇന്ത്യയുടെ ക്ലോസസ്റ്റ് അല്ലേ, റഷ്യ ഇന്ത്യക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുമെന്നൊക്കെ നമുക്ക് പറയാൻ വളരെ എളുപ്പമായിരിക്കാം. എന്നാൽ ഇതിന് പുറകിൽ പല നിയമവ്യവസ്ഥകളുണ്ട്, ഇന്റർനാഷണൽ ലോ ഉണ്ട്. ഇന്ത്യയും റഷ്യയും സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട നിയമങ്ങളുമുണ്ട്. ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആകാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. Tu-160 റഷ്യയുടെ ബോംബർ ഫ്ലീറ്റിൽ ന്യൂക്ലിയർ ഡിറ്ററൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്ട്രൈക്ക് പോളിസിക്ക് ബാക്ക് ബോൺ ആയിട്ടുള്ള ഒരു ബോംബർ വിമാനമാണിത്. ഇത് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയതും വേഗതയേറിയതുമായ ഒരു സൂപ്പർസോണിക് ബോംബറാണ്. ഇതിന് 40 മുതൽ 49 ടൺ വരെയും പേലോഡ് ശേഷിയുണ്ട്. ഫുൾ കപ്പാസിറ്റിയോടുകൂടി ഓപ്പറേറ്റ് ആയാൽ 11,000-12,000 കിലോമീറ്റർ റേഞ്ച് മാക്സിമം ഉണ്ടാകും. അപ്പോൾ ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഡെഡ്ലിയസ്റ്റ് ബോംബർ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. പ്രാക്ടിക്കലി പറയണമെങ്കിൽ നമ്മുടെ സുഖോയിൽ ഇൻഡക്ട് ചെയ്തിട്ടുണ്ടല്ലോ ബ്രഹ്മോസ് മിസൈൽ. ആ ഓരോ മിസൈലിനും ഓരോ ടണ്ണും ഒരല്പം കൂടുതലാണ്. ഈ ബോംബർ വിമാനം ഉപയോഗിച്ചാൽ ഒറ്റ സ്ട്രൈക്കിൽ ഒരു 40-ലധികം ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽസിനെ എയർ ലോഞ്ച്ഡ് വേരിയന്റ് കൊണ്ടുപോയി ശത്രുക്കളുടെ ടെറിട്ടറിക്ക് ഉള്ളിലേക്ക് ലോഞ്ച് ചെയ്യാൻ സാധിക്കും. അത്രത്തോളം കഴിവുള്ളൊരു ബോംബറാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇത്തരം ബോംബർ ഫ്ലീറ്റ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചർച്ച. റഷ്യയുടെ പക്കൽ ഇതിനകം തന്നെ ബോംബേഴ്സ് ന്യൂക്ലിയർ ഫ്ലീറ്റ് ഉണ്ട്. Tu-22, Tu-22M ബാക്ക്ഫയർ, Tu-95, Tu-160, Su-34 ഒക്കെ ലൈറ്റ് വെയ്റ്റ് ബോംബർ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത വിമാനങ്ങൾ അവരുടെ പക്കലുണ്ട്. അതിന്റെ ആവശ്യകതയും അവർക്കുണ്ട്. എന്നാൽ ഇന്ത്യക്ക് ഈ ബോംബർ ഫ്ലീറ്റ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ ആദ്യം നമ്മുടെ ന്യൂക്ലിയർ ഡോക്ട്രൈൻ തന്നെ അറിയണം. ന്യൂക്ലിയർ ഡോക്ട്രൈനെ സംബന്ധിച്ച് നോ ഫസ്റ്റ് യൂസ് പോളിസിയാണ് നമുക്കുള്ളത്. ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ച് ഞങ്ങൾ ആദ്യമായി അങ്ങോട്ടേക്ക് യുദ്ധം തുടങ്ങുകയില്ല, ഒരു സ്ട്രൈക്ക് നടത്തില്ല. എന്നാൽ ശത്രുക്കൾ ആരെങ്കിലും ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ റിട്ടാലിയേഷൻ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ന്യൂക്ലിയർ ഡോക്ട്രൈൻ. ഈ ന്യൂക്ലിയർ ഡോക്ട്രൈൻ പ്രകാരം നോക്കിയാൽ ആദ്യം ഈ ബോംബർ വിമാനങ്ങളുടെ ആവശ്യകത നമുക്കില്ല എന്നുള്ളതാണ് സത്യം. പിന്നെയും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രപ്പോസൽ നടത്തി? എന്തുകൊണ്ട് ഈ ബോംബർ വിമാനങ്ങൾക്ക് ഇത്രയേറെ ആവശ്യകത ഉണ്ടെന്നവർ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ വളർന്നു വരുന്ന ഭീഷണികളാണ് കാരണം. ഇന്നത്തെ കാലത്ത് നോക്കിയാൽ ശത്രുക്കളുടെ എയർക്രാഫ്റ്റ്, ശത്രുക്കളുടെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഇവയെല്ലാം വളരെ ഡെഡ്ലിയസ്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഫസ്റ്റ് സ്ട്രൈക്കിന് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ സെക്കൻഡ് സ്ട്രൈക്കിനും ഉപയോഗിക്കാനുള്ള ഒരു ആവശ്യവും അധികമായിട്ടുണ്ട്. ഇതിനെ കാരണമായി കാണിച്ചും ശത്രുക്കളെ സൈക്കോളജിക്കലായി തകർക്കുന്നതിനും നമ്മുടെ പക്കൽ ഇങ്ങനെ ഒരു വെപ്പൺസ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ തന്നെ ശത്രുക്കൾ ഭയപ്പെടും. ശത്രുക്കളുടെ പക്കൽ ഉണ്ടെങ്കിലും നമ്മളത് ഭയപ്പെടും. അതും ഒരു സൈക്കോളജിക്കൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി അവിടെ മാറ്റാനുള്ള ഒരു സാഹചര്യം വരും. അവരുടെ പക്കൽ അങ്ങനെ ഒരു വിമാനമുണ്ട്, അങ്ങനെ ഒരു സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഒരു പേരിന് ഒരു സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ പോലും അതിനെ അടിസ്ഥാനമാക്കി സ്ട്രാറ്റജി മാറിക്കൊണ്ടിരിക്കും. ഈ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു വിമാനം നമുക്കിപ്പോൾ ആവശ്യമാണ് എന്നുള്ളൊരു വാർത്തകൾ വരുന്നത്. അപ്പോൾ പ്രാക്ടിക്കലി നോക്കിയാൽ റഷ്യയുടെ പക്കൽ ഈ വിമാനങ്ങൾ വളരെ ലിമിറ്റഡ് നമ്പർ മാത്രമേ ഉള്ളൂ. 20 വിമാനങ്ങൾ വരെയും ഉണ്ടെന്ന ഒരു ഡേറ്റാബേസ് ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം വെരിഫൈ ചെയ്തിട്ടുള്ളതാണെന്ന് അറിയില്ല. ഉക്രൈൻ തുടക്കത്തിൽ ചില ക്ലെയിംസ് ഒക്കെ നടത്തി. 4-5 വിമാനങ്ങൾ ഞങ്ങൾ നശിപ്പിച്ചു. റഷ്യയുടെ Tu-160 ബോംബേഴ്സിനെ ബേസിൽ വെച്ച് നശിപ്പിച്ചു എന്നുള്ള ചില വാർത്തകൾ അവർ പുറത്തുവിട്ടു. എന്നാൽ അതൊന്നും പൂർണ്ണമായി നശിപ്പിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ പക്കൽ ലിമിറ്റഡ് നമ്പർ ഓഫ് വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഒരു 30 വിമാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവയൊക്കെ അത്ര പെട്ടെന്ന് റഷ്യയെ കൊണ്ട് ഇന്ത്യക്ക് വിൽക്കാനും കഴിയില്ല. റഷ്യയുടെ ലോ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് അറിയണം. ഇന്ത്യ ഇത് വാങ്ങണമെന്ന് ശ്രമിച്ചാലും റഷ്യയുടെ നിയമങ്ങൾ അത് അനുവദിക്കില്ല. ആദ്യം നമ്മുടെ നിയമവ്യവസ്ഥകളെ കുറിച്ച് നമുക്കറിയാം. ഇന്ത്യയുടെ പക്കൽ Tu-95ന്റെ ഒരു പ്രീവിയസ് വേർഷൻ ഉണ്ട്, Tu-142 ഉണ്ട്. അത് ചില വർഷങ്ങൾ ഉപയോഗിച്ച ഓപ്പറേഷൻ ഹിസ്റ്ററിയും ഉണ്ട്. കൂടാതെ 4 Tu-22 ബോംബേഴ്സ് നമ്മൾ ലീസിനെടുക്കാനുള്ള ഒരു പ്രോജക്റ്റും ഉണ്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷത്തിൽ അതിന്റെ ഓപ്പറേഷണൽ കോസ്റ്റ് കൂടുതലാണ്, ലീസിന് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പറേഷണൽ കോസ്റ്റ് കൂടുമെന്നൊക്കെ നമ്മളൊരു കാരണം പറഞ്ഞു. പ്രധാനമായി നമ്മളത് വാങ്ങുന്നത്
P8 പോസൈഡൻ പോലെ മാരിടൈം സർവൈലൻസിന് വേണ്ടിയും ആന്റി സബ്മറൈൻസ് മിഷൻസിന് വേണ്ടിയുമാണ്. എന്നാൽ അതിന്റെ ഓപ്പറേഷണൽ കോസ്റ്റ് അധികമായതുകൊണ്ട് ആ പ്രോജക്റ്റിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇതിനു മുൻപും റഷ്യ ഒരുപാട് തവണ ഓഫർ ചെയ്തിട്ടുണ്ട്. Tu-160 തന്നെ ഒരു തവണ ഓഫർ ചെയ്തിരുന്നു. ഇന്ത്യ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ടെക്നോളജി ഷെയർ ചെയ്യാൻ തയ്യാറാണ്, ഇന്ത്യയുമായി ഈ ഒരു പ്രോജക്റ്റിൽ ചേർന്ന് വർക്ക് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ Tu-22 അതും നമുക്ക് ഓഫർ ചെയ്തിരുന്നു. Tu-95 അതും ഓഫർ ചെയ്തിരുന്നു. അവസാനമായി ലേറ്റസ്റ്റ് ആയി വന്ന വാർത്ത Su-34 ആണ്. ചില മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ ക്ലാഷ് സംഭവിച്ചപ്പോൾ പോലും ഫ്രണ്ട് ലൈൻ ബോംബേഴ്സായി നിങ്ങൾക്ക് Su-34 ഉപയോഗിക്കാം എന്നുള്ള ചില ഓഫേഴ്സ് അവർ നൽകിയിരുന്നു. എന്നാൽ Su-34 ഇനി ഏതൊരു രാജ്യവും വാങ്ങാനുള്ള സാധ്യതയില്ല. കാരണം അതിന്റെ പേര്, അതിന്റെ ആ ഒരു പ്രശസ്തി റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തന്നെ വലിയ രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. Su-34നെ സംബന്ധിച്ചിടത്തോളം ക്യാപ്പബിളായി ഫൈറ്റർ ജെറ്റ് ആണെങ്കിൽ കൂടിയും അതിന്റെ ഏവിയോണിക്സ് സെറ്റ് ആയിക്കോട്ടെ, അതിന്റെ മെനുവർ ചെയ്യുന്ന കപ്പാസിറ്റി ആയിക്കോട്ടെ, ഇന്നുള്ള ഈ മോഡേൺ ത്രെഡിൽ ഇവയൊക്കെ ഒന്നുമല്ലാത്ത വിമാനത്തിന്റെ കാറ്റഗറിയിലേക്ക് അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. അതിന്റെ പെർഫോമൻസ് ഇന്നുവരെയും ഉക്രൈനിൽ ഇംപ്രസീവ് അല്ല. അപ്പോൾ Su-34 റിജക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള വിമാനങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ അറിയേണ്ടത്. അപ്പോൾ ഇന്ത്യ ഫസ്റ്റ് Tu-160 വാങ്ങണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിന് ചില പ്രോട്ടോകോൾസ് ഉണ്ട്. പ്രധാനമായും 3-4 പ്രോട്ടോകോൾസ് ഉണ്ട്. ആദ്യത്തെ ലോ, ദ അറ്റോമിക് എനർജി ആക്ട് 1962, 1962 കൊണ്ടുവന്ന ഈ ഒരു നിയമം എന്നത് ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്ക് നൽകി. പ്രധാനമായും പറയണമെങ്കിൽ നമ്മുടെ രാജ്യം ഇപ്പോൾ അണുവായുധമുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ പക്കൽ ന്യൂക്ലിയർ പവർ ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ ന്യൂക്ലിയർ ക്യാപ്പബിൾ പ്ലാറ്റ്ഫോംസ്, ന്യൂക്ലിയർ ക്യാപ്പബിൾ മിസൈൽസ് ലോഞ്ച് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസും കഴിയുന്നത്ര ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണം. നമ്മുടെ ഈ ന്യൂക്ലിയർ സംബന്ധിക്കുന്ന എല്ലാ പ്രോജക്ട്സും നമ്മുടെ രാജ്യത്തിൽ സൃഷ്ടിക്കണം എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആശയം. എന്നാൽ കാലപ്പോക്കിൽ നമ്മുടെ പക്കൽ ടെക്നോളജി അത്രത്തോളം ഇല്ല എന്ന് വരുമ്പോൾ മറ്റു രാജ്യങ്ങളുടെ പക്കൽ നിന്നും വാങ്ങാം എന്നുള്ളതും ഈ നിയമം അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ സ്ട്രാറ്റജിക്കൽ ബോംബേഴ്സ്, ഇത്രത്തോളം ഹെവിയായ ബോംബേഴ്സ് വാങ്ങണമെങ്കിൽ നമ്മൾ 2 പേരോട് ഈ നിയമം അനുസരിച്ച് അംഗീകാരം വാങ്ങണം. ഒന്നാമത്തേത് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നും ഒരു ഫോർമൽ അപ്രൂവൽ വാങ്ങണം. രണ്ടാമത്തേത് ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി. ഈ ഒരു കമ്മിറ്റിക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവരുടെ പക്കൽ നിന്നും അപ്രൂവൽ വന്നാൽ മാത്രമേ നമുക്കിത് വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെ നടത്താൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായി ഉള്ളത് ഡിഫൻസ് പ്രൊക്യൂർമെന്റ് പ്രൊസീജിയർ, DPP, അല്ലെങ്കിൽ ഡിഫൻസ് അക്യൂസിഷൻ പ്രൊസീജിയർ 2020 എന്ന് പറയാം. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എമർജൻസി ടൈമിൽ, ഇപ്പോൾ ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്, മറ്റ് ഏതെങ്കിലും ഒരു രാജ്യം നമ്മുടെ രാജ്യത്തിൽ യുദ്ധം തൊടുത്തുവിടാൻ പോവുകയാണ് എന്ന ക്രെഡിബിൾ വിവരം പ്രൂഫോടുകൂടി ലഭിച്ചാൽ, ഒരു യുദ്ധകാല സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എമർജൻസി പ്രൊക്യൂർമെന്റ് വഴി ഇങ്ങനെയുള്ള ബോംബേഴ്സ് വാങ്ങാൻ നമ്മുടെ പക്കൽ നിയമമുണ്ട്. മൂന്നാമതായുള്ളത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണ്, 1999. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വശം, ഈ ഓരോ ബോംബേഴ്സും മിനിമം 300 മില്യൺ മുതൽ ഏകദേശം അതിന്റെ എല്ലാ അഡ്വാൻസ്ഡ് ഏവിയോണിക്സും എല്ലാം പൂർണ്ണ പാക്കേജും ചേർത്ത് കൂടുതൽ പ്രൈസ് ഉള്ള ബോംബേഴ്സ് ആണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ വിമാനത്തിന് ഇത്രത്തോളം നമ്മൾ ചിലവ് ചെയ്യുമ്പോൾ ഈ റൂൾ അനുസരിച്ച് നമ്മൾ പ്രോപ്പർ അപ്രൂവൽ വാങ്ങണം. ഒരു വിമാനത്തിന് ഇത്രയേറെ ചിലവ് ചെയ്യാൻ പോവുകയാണ്, അതിന്റെ കാരണം എന്താണ്, അതിന്റെ റിക്വയർമെന്റ് എന്തെല്ലാം ഉണ്ട്, ഇത് ശരിക്കും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമാണോ, ഇങ്ങനെ എല്ലാം പൂർണ്ണമായും അനലൈസ് ചെയ്ത് അവസാനിപ്പിച്ചതിന് ശേഷം ഇവരുടെ പക്കൽ നിന്നും ഒരു അപ്രൂവൽ ലഭിക്കും. അപ്പോൾ ബേസിക്കായി ഈ എല്ലാ പ്രോട്ടോകോൾസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. എല്ലാ കോളവും ടിക്കാവുകയാണെങ്കിൽ ഈ ബോംബേഴ്സ് വാങ്ങാൻ നമുക്ക് ഗ്രീൻ സിഗ്നൽ ലഭിക്കും. ഇത് ഇന്ത്യയുടെ ഒരു കണക്ക് മാത്രമാണ്. ഇനി വാങ്ങണം എന്ന് തീരുമാനിക്കുന്നത് മാത്രമാണ് നമ്മൾ. ഇതിനിടയിൽ റഷ്യ എന്നൊരു രാജ്യമുണ്ട്. ഈ ബോംബർ വിമാനങ്ങൾ അവരാണ് നിർമ്മിക്കുന്നതും നൽകുന്നതും. അപ്പോൾ ഈ ബോംബർ വിമാനങ്ങൾ നൽകാൻ അവരുടെ നിയമത്തിൽ ഒരു സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല, 0 ആണ്. ഒരു സ്ട്രാറ്റജിക്കൽ ബോംബർ, അതും റഷ്യയുടെ ന്യൂക്ലിയർ ഡിറ്ററൻസിനായിട്ടുള്ള ഒരു ബോംബറിനെ, Tu-160നെ വിൽക്കാനോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട സാഹചര്യങ്ങളിൽ ചില സഹായമായി നൽകുന്നതിന് പോലും റഷ്യയുടെ നിയമത്തിൽ സ്ഥാനമില്ല. ഇത് സ്ഥിരീകരിക്കുന്നത് റഷ്യയുടെ ഫെഡറൽ ലോ ആണ്, നമ്പർ 114FZ ആണ്. ഈ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വശം, ഈ മിലിറ്ററി ടെക്നിക്കൽ കോർപ്പറേഷൻ ഓഫ് ദ റഷ്യൻ ഫെഡറേഷൻ വിത്ത് ഫോറിൻ സെറ്റ്സ് 1998 ഇത് പാസ് ചെയ്ത ഒരു നിയമമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, റഷ്യയുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സിന് നിങ്ങൾക്ക് വെപ്പൺ സിസ്റ്റം നൽകാം. എന്നാൽ നിങ്ങൾ നൽകുന്ന സിസ്റ്റംസ് എന്നത് നമ്മുടെ സ്ട്രാറ്റജിക്കൽ കമാൻഡിന് കീഴിൽ വരുന്ന വെപ്പൺസ് ആയിരിക്കാൻ പാടില്ല. അതായത് റഷ്യയുടെ ന്യൂക്ലിയർ ഫോഴ്സ്, റഷ്യയുടെ മിസൈൽ ഫോഴ്സിൽ അവരുടെ ന്യൂക്ലിയർ ട്രയാഡിൽ നിർത്തിവെച്ചിരിക്കുന്ന മിസൈൽസ് ഏത് കാരണം കൊണ്ടും എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇത് മിസൈൽസിന്റെ കാറ്റഗറിയാണ്. ഇനി വിമാനങ്ങളുടെ കാറ്റഗറി എടുത്താൽ ന്യൂക്ലിയർ ട്രയാഡിലുള്ള ഈ സ്ട്രാറ്റജിക് കമാൻഡിന് കീഴിൽ വരുന്ന ഏതൊരു വിമാനവും മറ്റ് രാജ്യങ്ങൾക്ക് സഹായത്തിന് അയക്കുക,
അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്നതോ പൂർണ്ണമായും ഇവിടെ ബാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വിമാനത്തെ നിങ്ങൾ വാങ്ങണം എന്നുള്ളത് ഇതോടുകൂടി തന്നെ ഇവിടെ അവസാനിച്ചു. ഇത് പൂർണ്ണമായും പ്രസിഡന്റിനും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഈ രണ്ടുപേരുടെ നിയന്ത്രണത്തിൽ കീഴിലാണ് വരിക. മാത്രവുമല്ല TU-160 എന്നത് KH-102 ക്രൂയിസ് മിസൈലിനെ ക്യാരി ചെയ്യുന്ന ക്യാപ്പബിൾ പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു മിസൈൽ നിങ്ങൾക്ക് ആർക്കും എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇത് സ്ട്രാറ്റജിക് കമാൻഡിന് കീഴിൽ വരുന്നത് കൊണ്ട് ഈ പ്ലാറ്റ്ഫോം കാരണം പ്രശ്നമുണ്ട്. അത് ക്യാരി ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് 0% ഈ വിമാനങ്ങൾ റഷ്യ ഇന്ത്യക്ക് വിൽക്കാൻ സാധ്യതയില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ലീസിന് നൽകുമോ? ഇതിനകം TU-95 ഒക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതുമില്ല. TU-95 എന്നത് നോൺ സ്ട്രാറ്റജിക്കൽ ബോംബറാണ്. റഷ്യയുടെ ന്യൂക്ലിയർ ട്രയാഡിൽ ഒരു പ്രധാനപ്പെട്ട അംഗമേ അല്ല. എന്നാൽ ഈ ബോംബർ TU-160 എന്നത് റഷ്യയുടെ ന്യൂക്ലിയർ ട്രയാഡിന് കീഴിൽ വരും. ഈ എയർവിങ്ങിന് ഫ്രണ്ടിൽ നിൽക്കാൻ പോകുന്നതൊക്കെ ഈ വിമാനങ്ങളാണ്. അപ്പോൾ അത് നൽകാനുള്ള ചാൻസ് പോലും ഇല്ല. അതിനും അപ്പുറം പലരും നിങ്ങളോട് പറയും TU-160 ഇന്ത്യ വാങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ, റഷ്യ ഇവിടെ ലീസിന് നൽകുമെന്നൊക്കെ. അങ്ങനെ പറയുകയാണെങ്കിൽ വെറും ഒരു പേരിന് വേണ്ടി മാത്രം. റൂൾ അനുസരിച്ച് നോക്കിയാൽ നമ്മൾ ഇന്ത്യ വാങ്ങാൻ ശ്രമിച്ചാലും റഷ്യയുടെ നിയമങ്ങൾ അതൊരിക്കലും അംഗീകരിക്കില്ല. പ്രസിഡന്റ് പുടിന്റെ ഡയറക്റ്റ് കൺട്രോളിന് കീഴിലാണ് ഈ കമാൻഡ് ഉള്ളതെങ്കിലും അദ്ദേഹം അത് അപ്രൂവ് ചെയ്യാനുള്ള സാധ്യതയില്ല. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഇന്ത്യക്ക് ഏത് രീതിയിലും അവർ സഹായം ചെയ്യില്ലേ? റഷ്യ ഇന്ത്യയെ കൈവിട്ടോ എന്നൊക്കെ ചോദിക്കാം. റഷ്യ കൈവിട്ടില്ല. ഇനി ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ബോംബർ ഉപയോഗിക്കാനുള്ള ആവശ്യകത വന്നാലും റഷ്യ നൽകില്ല എന്ന് ചോദിച്ചാൽ ഈ നിയമത്തിൽ മറ്റൊരു ലൂപ്പ് ഹോൾ ഉണ്ട്. ആ നിയമം നിങ്ങൾ പൂർണ്ണമായും പഠിച്ചാൽ മനസ്സിലാകും. കഴിയുമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എല്ലാ സമയവും ചില ലിങ്ക്സ് ഒക്കെ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം യൂട്യൂബ് എന്നത് വളരെ സെൻസിറ്റീവ് പ്ലാറ്റ്ഫോമാണ്. മറ്റ് സോഴ്സിൽ നിന്നും നമ്മൾ ഇങ്ങനെയുള്ള ലിങ്ക്സ് എടുക്കുകയാണ്. റഷ്യൻ സൈറ്റ്സിൽ നിന്നും എടുത്താൽ നമുക്കത് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ചില ലിങ്കൊക്കെ നമുക്ക് വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ പേസ്റ്റ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ അതിൽ പറയുന്നത് വളരെ അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റാൻഷ്യൽ എമർജൻസി ടൈമിൽ ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളിൽ ഈ ടെക്നോളജി ഷെയർ ചെയ്യാം. ഇപ്പോൾ റഷ്യയെ കൊണ്ട് ബോംബർ നൽകാൻ മാത്രമാണ് കഴിയാതെയുള്ളത്. ബോംബറിന്റെ ടെക്നോളജി ഷെയർ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണോ Su-57 ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ ഒരു സംയോജിത ഉൽപ്പന്നമായി വന്നത്, അതുപോലെ ഇന്ത്യയുടെ ഒരു ബോംബർ പ്രോഗ്രാമിന് ഇവർക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇന്ത്യ ഒരു പക്ഷേ ഭാവിയിൽ അത് നിർമ്മിച്ച് അതിന്റെ ടെക്നോളജി ഷെയർ ചെയ്യുന്നതിന് റഷ്യയ്ക്ക് അധികാരവും ഈ നിയമം നൽകുന്നുണ്ട്. അതൊരു പക്ഷേ ലീഗലി പോസിബിൾ ആയിരിക്കാം. അപ്പോൾ ഇതിനും അപ്പുറം TU-160 ബോംബ് ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളത് സാങ്കല്പികമായി നല്ലതാണെങ്കിൽ കൂടിയും പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ല. ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി മുന്നേറ്റങ്ങൾ അവർ എടുക്കുന്നുണ്ട്. അമേരിക്കയുടെ B-21, റഷ്യയുടെ PKDA, ചൈനയുടെ HQ-21, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ അവരുടെ 6th ജനറേഷൻ ബോംബർ ഫ്ലീറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ബോംബർ ഫ്ലീറ്റ് എന്ന ഒന്ന് ഇപ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത ഒന്നാണ്. നമ്മൾ ക്രൂയിസ് മിസൈൽസ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ബോംബേഴ്സിനെതിരെയുള്ള സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നമുക്കിപ്പോൾ ആവശ്യത്തിലും അധികമായ ഒന്നാണ്. നമുക്ക് എന്നാണ് ഇനി ബോംബറിന്റെ ആവശ്യം വരിക എന്ന് ചോദിച്ചാൽ പാകിസ്ഥാനെയും ചൈനയെയും കടന്ന് നമുക്കൊരു ത്രെഡ് എന്നാണോ വലിയ രീതിയിൽ മാറുന്നത്, അന്ന് നമുക്കൊരു ബോംബർ ഫ്ലീറ്റിന്റെ ആവശ്യം വരും. ഒരുപക്ഷെ റഷ്യ നമുക്ക് ടെക്നോളജി ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അമേരിക്ക അതിനെ സമ്മതിക്കില്ല. കാരണം 12,000 കിലോമീറ്റർ ഉള്ള ഒരു ബോംബറാണ്. പ്രധാനപ്പെട്ട 3 രാജ്യങ്ങൾ കഴിഞ്ഞ് മറ്റൊരു രാജ്യത്തിന്റെ കയ്യിലേക്ക് ഇത് പോവുകയാണ്. ഈ ടെക്നോളജി അമേരിക്ക, ചൈന, റഷ്യയുടെ പക്കൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് മറ്റൊരു രാജ്യത്തിന്റെ പക്കൽ പോവുകയാണെങ്കിൽ അത് അമേരിക്കൻ ത്രെഡാണ്. അതുകൊണ്ട് അത് തീർച്ചയായും അവർ അനുവദിക്കില്ല. ഇതിന് പുറകിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ സൃഷ്ടിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.